പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് 10 സാധ്യം പോകുന്നത് വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. തുരങ്കപാത നിർമ്മാണത്തിനിടെയായിരുന്നു 8 പേരുടെ മരണത്തിന് കാരണമായ അപകടം ഉണ്ടായത്. എന്നാൽ ആ മണ്ണിടിച്ചിൽ അത് മനുഷ്യനിർമ്മിതമാണോ എന്ന സംശയം ഇപ്പോഴും ശേഷിക്കുകയാണ്. കാരണം തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ടിരുന്ന മണ്ണാണ് ഇടിഞ്ഞു വീണത്. അങ്ങനെയാണ് 8 പേർ മരണപ്പെട്ടത്. ആ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നവർ തന്നെയാണ് മരണത്തിന് കീഴടങ്ങിയതും. ഈ തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് ഇങ്ങനെയൊരു തുരങ്കപാത നിർമ്മിക്കാൻ പറ്റുന്ന ഭൗതിക സാഹചര്യം ആണോ വയനാടിലെ ഈ പ്രദേശത്ത് ഉള്ളത്? കേന്ദ്ര സർക്കാർ അടക്കം നൽകിയ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടന്നത്. ഇങ്ങനെയൊരു പ്രദേശത്ത് നിർമ്മാണം നടത്തുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിരുന്നില്ലേ? അവിടെ പിഴവുകൾ സംഭവിച്ചോ? നിരവധിയായ ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയത് കൃത്യമായ പഠനങ്ങളുടെ ഒരു അഭാവം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വാർത്തയുടെ തുടർച്ച എന്ന നിലയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് വളരെ കൃത്യമായി, അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് ഉണ്ടായത്. ദുരന്ത നിവാരണ അതോറിറ്റിയെ മുൻ ചീഫ് സെക്രട്ടറി നോക്കുകുത്തിയാക്കി മാറ്റി എന്ന വിവരം തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ തെളിവുകളും വിശദാംശങ്ങളും ഞങ്ങൾ പങ്കുവെക്കുന്നതിന് മുമ്പ് ആദ്യം ഈ ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ അതൊരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. അതുപോലത്തെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്നാണ്. രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെന്റ് അല്ലേ, ഗവൺമെന്റിന്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നതല്ല. യെസ്, അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ പദ്ധതിയെ എതിർത്തിരുന്നു താൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായും നിയമപരമായും ഒക്കെ അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും പ്രസക്തമാകുന്ന ചോദ്യം ഈ കള്ളാടി അപകടത്തിന്റെ ഉത്തരവാദി ആര് എന്നത് തന്നെയാണ്. അവിടെയാണ് ന്യൂസ് 18ന്റെ എക്സ്ക്ലൂസീവ് വിവരം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയെ മുൻ ചീഫ് സെക്രട്ടറി നോക്കുകുത്തിയാക്കി എന്നതിന്റെ തെളിവുകളും വിശദാംശങ്ങളുമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ആ തെളിവുകൾ ആണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. എന്താണത്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപകട സാധ്യതാ മുന്നറിയിപ്പ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന എ ജയതിലക് തള്ളിക്കളഞ്ഞു. അവിടെ ഈ മുന്നറിയിപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചത് എന്നതിന്റെ തെളിവുകൾ ആണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എന്തായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപാകത എന്നതാണ് ഈ തുരങ്കപാത അനുമതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ എല്ലാം തിരിച്ചയക്കാൻ ഉള്ള നിർദ്ദേശം നൽകിയത് എ ജയതിലക് തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ഫയലുകളും തിരിച്ചയക്കാൻ നിർദ്ദേശിക്കുന്ന സാഹചര്യം, അതിൽ തന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവർ വിദഗ്ധ പഠനം നടത്തേണ്ടതില്ല എന്നതായിരുന്നു ആ വിഷയത്തിൽ. അതായത് ഇങ്ങനെ ഒരു തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ വിഷയത്തിൽ ഒരു പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകതയെ ഇല്ല എന്ന നിലപാടായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചിരുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയോ ഒപ്പം വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോ ഇങ്ങനെയൊരു വിഷയത്തിൽ, അതായത് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്നുകൂടി മുൻ ചീഫ് സെക്രട്ടറി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അവിടെ കൃത്യമായും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണത്തിന് മുമ്പ് പഠനം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സിന്റെ രേഖകൾ അടക്കം ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. അതായത് ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സിന്റെ വിവരങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാൻ പോകുന്നത്. ആ നിർണായകമായ യോഗം ചേർന്നത് 3/6/2025 ആയിരുന്നു എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഈ 3/6/2025 യോഗം ചേർന്നു എന്ന് പറയുമ്പോൾ 2 മാസങ്ങൾക്ക് ശേഷം ഈ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കൈക്കൊള്ളുകയാണ്. അതായത് കേവലം 2 മാസം മുമ്പ് ചേർന്ന യോഗത്തിൽ അടക്കം
ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമോ എന്നത് സംബന്ധിച്ച സംശയങ്ങൾ ഉരുത്തിരിഞ്ഞിരുന്നു, എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ കൃത്യമായി നിർമ്മാണ കമ്പനിയുടെ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് മാത്രം പരിഗണിച്ചുകൊണ്ട് അനുമതി നൽകരുത് എന്ന് ഈ യോഗത്തിൽ ആവശ്യം ഉയർന്നിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യോഗത്തിൽ പങ്കെടുത്ത 2 ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായ എതിർപ്പ്, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിലുള്ള എതിർപ്പ് ആ നിർണായകമായ യോഗത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഏജൻസികൾ സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കുന്ന റിപ്പോർട്ട്, അതിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകും. അതായത് അവരുടെ താല്പര്യത്തിന് അനുസരിച്ച്, ആ കമ്പനിയുടെ നിർമ്മാണ കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു നിർമ്മിതിയായി റിപ്പോർട്ട് മാറും എന്ന സൂചന കൃത്യമായി ആ യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെയായിരുന്നു IIT പോലെയുള്ള അംഗീകൃത ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തണമെന്ന ആവശ്യം ആ യോഗത്തിൽ ഉയർന്നു വന്നത്. അങ്ങനെ പഠനം വേണമെന്ന ആവശ്യവും നിരാകരിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. എടുത്തു പറയേണ്ടത്, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിശ്വാസ് ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ഒരു പ്രൊജക്ടുമായി മുന്നോട്ട് പോകുന്നതിലുള്ള ആശങ്ക വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു എന്നതിന്റെ വിവരങ്ങൾ ആണ് ന്യൂസ് 18 പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രിയ പ്രേക്ഷകരെ, നിരവധിയായ സംശയങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് മുൻ ചീഫ് സെക്രട്ടറി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അപകട സാധ്യതാ മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ യോഗത്തിലെ എതിർപ്പുകൾ അവഗണിച്ചത്? ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്? എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? മുൻ ചീഫ് സെക്രട്ടറി AG തിലക് ആർക്കൊപ്പമാണ് നിന്നത് എന്ന സംശയം കൂടിയാണ് ഉയരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ അപകടം മനുഷ്യനിർമ്മിതമോ എന്ന സംശയം നിലനിൽക്കെയാണ് നിർണായകമായ മുന്നറിയിപ്പുകൾ അവഗണിച്ചു മുൻ ചീഫ് സെക്രട്ടറി എന്ന കൃത്യമായ വിവരം പുറത്തു വരുന്നത്. ശരണ്യ, തീർച്ചയായിട്ടും അഭിലാഷ്, അതിനിർണായകമായ വിവരങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് തന്നെയാണ്. ആ മിനിറ്റ്സ് പറയുന്ന വിവരങ്ങൾ, അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ കള്ളാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കേരള മനസാക്ഷിയിൽ ഏറ്റവും വലിയ മുറിവായി നിൽക്കുന്ന ഒന്നാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ഏകദേശം 200-ന് മേൽ ജീവനുകൾ പൊലിഞ്ഞ ഒരു ഇടമാണ് വയനാട്. അതോടൊപ്പം തന്നെ ആ വേദന ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഒരു വർഷം പോലും പിന്നിടുന്നതിന് തൊട്ടു മുമ്പാണ് അടുത്ത ഒരു നിർമ്മാണ ഘട്ടത്തിലേക്ക് സർക്കാർ കടക്കുന്നത് എന്നുള്ളതാണ്. ആ നിർമ്മാണ ഘട്ടത്തിൽ വയനാട് പോലെയുള്ള ഒരു ദുരന്തബാധിത മേഖലയിൽ ഒപ്പം തന്നെ ആ മുണ്ടക്കയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററുകൾ മാത്രമാണ് കള്ളാടിയിലേക്കുള്ളത്. അപ്പോൾ അത്ര പരിസ്ഥിതിപരമായി ശ്രദ്ധിക്കേണ്ട ഒരു ഇടത്താണ് ഇങ്ങനെ ഒരു അടിസ്ഥാന വികസനത്തിന് ഒരുപാട് പ്രാധാന്യം നൽകേണ്ടി വരുന്ന ഒരു നിർമ്മാണത്തിൽ ആണ് ഈ തരത്തിലുള്ള ഒരു ഇടപെടൽ, അത് ഞെട്ടിക്കുന്ന ഇടപെടൽ മുൻ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ മിനിറ്റ്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിസ്ഥാനത്തിലാണ് വയനാടിന്റെ ആശങ്ക, അതായത് വയനാട് ഡിസ്ട്രിക്ട് മാനേജ്മെന്റ് അതോറിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവരുടെ ആവശ്യമായി മുന്നോട്ട് വെച്ച, അതായത് ഈ തുരങ്കപാത നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഒരു എൻവയോൺമെന്റൽ ക്ലിയറൻസ് നൽകുക എന്നുള്ളതല്ല ഈ മിനിറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിനകത്ത് സർക്കാർ തലത്തിൽ ഒരു പഠനം വേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ആ പഠനവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമില്ല, അടിസ്ഥാന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് KSDMA, അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അവരുടെ വിദഗ്ധരടങ്ങുന്ന സംഘം ഈ വിഷയത്തിനകത്ത് ഒരു പരിശോധന നടത്തണം എന്നുള്ളതാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വയനാട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യത്തെ എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ പ്രധാന ഭരണത്തിന്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ നയിക്കുന്ന ചീഫ് സെക്രട്ടറി ആ വിഷയത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി കൈക്കൊണ്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇത് ഭരണപരമായി തന്നെ തെറ്റായ ഒരു ഡിസിഷനാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം KSDMAക്ക് ഇത്തരത്തിൽ ഒരു എൻവയോൺമെന്റൽ ക്ലിയറൻസ് നൽകാനുള്ള നിയമപരമായ സാധ്യത ഇല്ലെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് ഒരു നിർമ്മാണം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ഒരു ദുരന്ത ബാധിത മേഖലയിൽ ഇത്തരത്തിലൊരു നിർമ്മാണം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും അതിന് ഉണ്ടാകുന്ന ദുരന്ത സാധ്യതകളെ വിലയിരുത്താനും അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നതുൾപ്പെടെയുള്ള അസസ്മെന്റ് നടത്തേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം KSDMAക്കാണ്. അപ്പോൾ എന്തുകൊണ്ട് അവരിൽ നിന്ന്
ആ ഫയൽ നിങ്ങൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാങ്കേതികമായ വിലയിരുത്തൽ തടഞ്ഞു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉന്നയിക്കുന്നത്. അതിന് തീർച്ചയായും അവിടെ ശരണ്യ ഇതോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റു പല വിഷയങ്ങളുമുണ്ട്. ഒന്നാമതായി ഈ വയനാടിന്റെ ഒരു സവിശേഷത നമുക്കറിയാം. ഒട്ടേറെ പഠനങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളതാണ്. നമ്മൾ തന്നെ ന്യൂസ് ടെൻസിൽ അത്തരം പഠനത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ പല കാലഘട്ടങ്ങളായി വയനാടിന്റെ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ എന്തു മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം വിട്ടുകളഞ്ഞാൽ പോലും മുണ്ടക്കൈ ചൂരൽമല പോലെയുള്ള ഒരു അപകടം സംഭവിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ കരകയറാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണല്ലോ ഈ യോഗം ചേർന്ന തീയതി അടക്കമൊക്കെ പ്രസക്തമാകുന്നത്. അതായത് ഈ 6-ാം മാസത്തിൽ ഇങ്ങനെയൊരു യോഗം ചേരുന്നു. അതിനുശേഷം 2 മാസം, അതായത് ഓഗസ്റ്റ് 31-നാണ് പിണറായി വിജയൻ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു അപകടമുണ്ടായ മേഖല തന്നെയാണ് എന്നിരിക്കെയാണ് ഇതേ പ്രദേശത്ത് ഒരു പ്രൊജക്ട് വരുമ്പോൾ കുറച്ചുകൂടി പഠനം വേണമെന്ന ആവശ്യം തള്ളിക്കളയുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ KSDMയുടെ ചെയറായിട്ട് ഉള്ളത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഭിലാഷ. അപ്പൊ മുഖ്യമന്ത്രി അറിയാതെ, അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അറിയാതെയാണോ ഇത്ര പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് കൊങ്കൺ റെയിൽവേ പോലെയുള്ള ഒരു പ്രൊജക്ട്, തുരങ്കപാത നിർമ്മാണം പോലെ ഒരു പ്രൊജക്ട് വരുമ്പോൾ ചീഫ് സെക്രട്ടറി സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഡിസിഷൻ അതിനകത്ത് എടുക്കാൻ കഴിയില്ല. കാരണം ഈ ഫയല് മടക്കിയിരിക്കുന്നത് ഓവർ റൂൾ ചെയ്തുകൊണ്ടാണ്. അതായത് KSDMയുടെ അധികാരത്തെ ഓവർ റൂൾ ചെയ്തുകൊണ്ടാണ് ഈ ഫയല് മടക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമ്മൾ ഒന്ന് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് കൃത്യമായി ഈ മിനിറ്റ്സിൽ പറയുന്നുണ്ട് ഈ ഭാഗത്ത് അങ്ങനെ ഒരു സ്റ്റഡി നടത്തേണ്ട പ്രദേശമാണ് എന്നുള്ളത് ചീഫ് സെക്രട്ടറി തന്നെ വളരെ കൃത്യമായി ഇതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് മാത്രമല്ല, അങ്ങനെ ഒരു ഹസാർഡ് സസ്പെക്റ്റബിലിറ്റി പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നു. ആ ഒരു ഉത്തരവാദിത്തം നിൽക്കേണ്ടത് KSDMയ്ക്കാണ്. പക്ഷെ KSDMയുടെ കയ്യിൽ നിന്നും എന്തുകൊണ്ട് അവരെ ശകാരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ ഫയൽ മടക്കി, നിങ്ങൾ ഇത് 2 മാസക്കാലമായി നിങ്ങൾ കൈവശം വെക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മടക്കിയതിനുള്ള ഉത്തരവാദിത്വം തീർച്ചയായും മുൻ ചീഫ് സെക്രട്ടറി പറയേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരം KSDMയിൽ നിശ്ചിതമായിരിക്കുന്ന ആ നിയമ അവകാശങ്ങളെ മറികടന്നുകൊണ്ടാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് KSDMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പോലും ഇത്തരത്തിലൊരു ഒറ്റയ്ക്കൊരു തീരുമാനം, ഡിസിഷൻ എടുക്കാൻ കഴിയാതിരിക്കെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഡിസിഷന്റെ പുറത്ത് മാത്രമാണ് ഈ ഫയൽ മടക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിനകത്ത് തീർച്ചയായും സംശയങ്ങൾ ഉയരുന്നത്, ചോദ്യങ്ങൾ ഉയരുന്നത്. നമുക്കൊരിക്കലും ഈ വിഷയത്തെ വിട്ടുകൊടുക്കാനാവില്ല. കാരണം 8 ജീവനുകൾ അവിടെ പൊലിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചൂരൽമലയും മുണ്ടക്കയും കഴിഞ്ഞ് അടുത്ത കണ്ണീര് വയനാട്ടിൽ ഒഴുകിയത് ഈ പറഞ്ഞ പോലെയുള്ള ഈ കള്ളാടിയിലെ കഴിഞ്ഞ ദിവസത്തെ ആ 8 മരണത്തിലാണ്. ആ മരണത്തിന്റെ ദുരന്തം ഭാഗ്യത്തിനാണ് അത് അത്രമാത്രമായി ചുരുങ്ങിപ്പോയത് എന്നുള്ളതാണ്. അപ്പോൾ അത്ര പരിസ്ഥിതി ലോല പ്രദേശത്ത് ഒരു നിർമ്മാണം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റഡി, അതായത് ഇവർ ആവശ്യപ്പെട്ടത്, ആ മിനിറ്റ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, IIT പോലെയുള്ള ഒരു വിദഗ്ധ സംഘത്തെ, ചെന്നൈ IIT പോലെയുള്ള ഒരു വിദഗ്ധ സംഘത്തെ നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു നിർമ്മാണത്തിൽ ഈ നിർമ്മാണത്തിന്റെ ഭാഗമായി അത് പൊക്കോട്ടെ, പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്കൊരു സ്റ്റഡി വേണം എന്ന്, അല്ലെങ്കിൽ നമ്മളൊരു പ്രിക്കോഷനിലേക്ക് പോകണം. ആ പ്രിക്കോഷനിലേക്ക് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഈ കള്ളാടിയിലെ ഈ നിർമ്മാണം. തീർച്ചയായും അവിടെ ശരണ്യ, നമ്മൾ ഈ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ പ്രതികരണം കൂടി കേൾപ്പിച്ചതാണ്. അദ്ദേഹം ആ പ്രതികരണത്തിന്റെ ഭാഗമായി അന്ന് വാർത്താ സമ്മേളനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിരുന്നു. തന്നെ മണ്ണ് പരിശോധന വിദഗ്ധൻ എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ കുറ്റപ്പെടുത്തിയത്. അതായത് പ്രതിപക്ഷത്ത് ഇരുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾക്കടക്കം ഇങ്ങനെയൊരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഈ പ്രദേശത്തിന്റെ പ്രത്യേകത തന്നെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അവിടെയാണല്ലോ ശരണ്യ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇങ്ങനെയൊരു ഫയൽ തിരിച്ചയച്ചു എന്ന് പറയുമ്പോൾ ചീഫ് സെക്രട്ടറി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സർക്കാർ പോസ്റ്റാണ്. അതായത് സർക്കാർ സംവിധാനവുമായി ചേർന്ന് നിൽക്കുന്ന, സർക്കാർ എന്താണോ പറയുന്നത് അത് അനുസരിക്കുക എന്ന ഒരു ഉത്തരവാദിത്തത്തിലേക്കാണ് ചീഫ് സെക്രട്ടറി പോകാറുള്ളത്. ഇവിടെ ചോദ്യങ്ങൾ നിരവധിയാണ്. ജയതിലകിന് ഇതിൽ വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി ജയതിലക് പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരുടെ താല്പര്യമാണ് ജയതിലക് സംരക്ഷിച്ചത്? അതല്ല എങ്കിൽ പിന്നീടുള്ളത് സർക്കാരിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോവുകയായിരുന്നു. അവിടെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാം കേരളത്തിലെ പല പ്രൊജക്ടുകളുടെയും പിതൃത്വം സംബന്ധിച്ച അവകാശ തർക്കങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ട്. ഇതാ ഈ ദുരന്തമുണ്ടായതിനു ശേഷവും
ഇപ്പോൾ പ്രതിപക്ഷമായിട്ടുള്ള CPM ആവശ്യപ്പെടുന്നത് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകരുത്, അതൊരു ജനതയ്ക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അതിനോട് ആർക്കും വിയോജിപ്പില്ല. തുരങ്കപാതകൾ എന്നത് നമ്മുടെയൊക്കെ ആവശ്യമാണ് എന്നതിന് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ അത് കൃത്യമായ പഠനങ്ങൾ നടത്തി സുരക്ഷ ഒരുക്കിക്കൊണ്ടായിരിക്കണം, അതൊരു അപകടമായി മാറരുത് എന്നതിൽ ആണ് നിർണായകമാകുന്നത്. അവിടെയാണല്ലോ ഈ പഠനങ്ങൾ തള്ളിക്കളഞ്ഞു, ഒരു അനാവശ്യ തിടുക്കം കാണിച്ചു, ചില താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നു. അത് സ്വാഭാവികമായും സർക്കാരിൻ്റെ താല്പര്യങ്ങളായിരുന്നോ, സർക്കാർ കാണിച്ച തിടുക്കമായിരുന്നോ? അതിലേക്ക് തന്നെയല്ലേ നമുക്ക് വിരൽ ചൂണ്ടേണ്ടതായി വരുന്നത്. ശരണ്യ, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണോ ഇത്രയും വേഗത്തിൽ ഒരു ഡിസിഷനിലേക്ക് പോയത് എന്നുള്ള ചോദ്യം വളരെ, നിർമ്മാണ ഉദ്ഘാടനത്തിന് വേണ്ടിയാണോ ഇങ്ങനൊരു ഡിസിഷനിലേക്ക് പോയത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നിർമ്മാണ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട സഹായം നൽകാനുള്ള ഒരു നീക്കം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. കൃത്യമായ ഒരു അന്വേഷണം, ഈ ഒരു മിനിറ്റ്സിന്മേൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടത്, സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രസക്തമാണെന്നുള്ളതാണ്. ഈ മിനിറ്റ്സിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നു, DDMA Wayanad had referred the matter to KSDMA for expert opinion. അതായത് അവർ ഒരിക്കലും ഇതിനകത്ത് പരിസ്ഥിതി അനുമതി നൽകുന്നതിനെ കുറിച്ചല്ല അവർ പറയുന്നത്. ഈ ചീഫ് സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനുള്ള സജഷനാണ് DDMA വയനാട് മുന്നോട്ട് വെക്കുന്നതെന്ന് ഇതിലെ വരികൾ തന്നെ വളരെ കൃത്യമാണ്. അതിനർത്ഥം ഇതിൽ വിദഗ്ധ അഭിപ്രായം മാത്രമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ നിർമ്മാണ അനുമതി, അതായത് പാരിസ്ഥിതിക അനുമതി നൽകുന്ന കാര്യമല്ല. പക്ഷേ ഈ ചീഫ് സെക്രട്ടറി ഈ ഫയല് മടക്കാനായി, മുൻ ചീഫ് സെക്രട്ടറി ഫയൽ മടക്കാനായി പറയുന്ന ഒരു ക്ലോസ് എന്ന് പറയുന്നത് 2006 പരിസ്ഥിതി EAN നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഫയല് നമ്മൾ അതിന്റെ ക്ലിയറൻസ് നൽകാനുള്ള അധികാരം നമുക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ ഫയൽ മടക്കണം എന്നാണ്. ആ ക്ലിയറൻസിനെ കുറിച്ച് അവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതായത് വയനാട് അറിയിച്ച, വയനാട് ജില്ല അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ക്ലിയറൻസിനെ കുറിച്ചല്ല അവർ പറയുന്നത്, മറിച്ച് നമുക്കൊരു വിദഗ്ധമായ പഠനം ഇതിനകത്ത് വേണം, ഇതിനകത്ത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ വേണം. കാരണം അവർക്ക് അതിന്റെ ആശങ്ക ഉണ്ടായിരുന്നു. മുണ്ടക്കൈ അവരുടെ മുന്നിൽ നിൽക്കുന്നു, ചൂരൽമല അവരുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പൊ ആ വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് ഈ ഫയൽ നിങ്ങൾ മടക്കൂ, നിങ്ങൾ എന്തിന് 2 മാസക്കാലം ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഭരണപരമായ അവകാശത്തെ കൂടി, KSDMയുടെ ഭരണപരമായ അവകാശത്തെ കൂടി കവർന്നുകൊണ്ട് ഓവർ റൂൾ ചെയ്താണ് ഈ ഫയൽ മടക്കിയിരിക്കുന്നത്. അതിൽ തന്നെ കിഫ്ബിയുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണമായിരുന്നു വയനാട് തുരങ്കപാത നിർമ്മാണം എന്നത്. തീർച്ചയായും അത് 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് വിഭാവനം ചെയ്തത്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഉൾപ്പെടെ നിർവഹിച്ചിരുന്നു. പക്ഷേ ആ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച് 100 മീറ്റർ പോലും പിന്നിടുന്നതിന് മുമ്പാണ് അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ആ അപകടം ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന്റെ ഭാഗമായിട്ടുള്ളതാണോ, അതിനപ്പുറത്ത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഉരുൾപൊട്ടൽ പോലെ, മണ്ണിടിച്ചിൽ പോലെയുള്ള മറ്റ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അപകട മേഖലയിലൂടെ തന്നെയാണോ ഇനിയും ഈ തുരങ്കപാത നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അത് എത്രത്തോളം വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? എന്തായാലും ഇപ്പോൾ താൽക്കാലികമായി ആ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയും ശാസ്ത്രീയമായ പഠനം ഉണ്ട്, അതിനുശേഷം മാത്രമേ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകൂ എന്നതാണ്. പക്ഷേ ഒരു അനാവശ്യ തിടുക്കം ഇതിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല പല മുന്നറിയിപ്പുകളും അവഗണിച്ചു എന്നത് പകൽ പോലെ വ്യക്തമാക്കുന്ന തെളിവുകളും രേഖകളും ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിൽ കൃത്യമായ മറുപടി നൽകേണ്ടതായി വരും. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.